ഹായ് ഫ്രണ്ട്സ്, സുനിയ വെച്ച് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം സീരീസിലെ രണ്ടാമത്തെ ഐറ്റമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഏത്തക്ക ചിപ്സാണ്. നമ്മുടെ ഉപ്പേരിയുടെ കൂടെ നമ്മൾ ഇലയിൽ ആദ്യം വെക്കുന്ന ഐറ്റമാണ് ഏത്തക്ക ചിപ്സ്. അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് പോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് ഏത്തക്കയാണ്. ഇത് പഴുത്തതല്ല, പച്ച ഏത്തക്കയാണ് നമ്മൾ ഏത്തക്ക വറ്റലിന് ഉപയോഗിക്കുന്നത്. നമ്മളതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ തൊലി കളയണം. തൊലി കളയാനായിട്ട് നൈഫ് വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു കീറൽ കൊടുത്ത ശേഷം നമുക്കിങ്ങനെ ഇളക്കി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പീൽ ചെയ്ത് മാറ്റേണ്ടതാണ്. അങ്ങനെ നമ്മൾ 2 ഏത്തക്കയും ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. ഈ വൃത്തിയാക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുവാണെങ്കിൽ കയ്യിലും കറ പറ്റത്തില്ല, നമ്മുടെ കായും കറുത്ത് പോകത്തില്ല. ഇല്ലെങ്കിൽ നമ്മളിത് തൊലി കളഞ്ഞ് വയ്ക്കുമ്പോഴത്തേക്കും കറുത്ത് പോകും. ഇതിന് നമുക്കിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കട്ടി കൂടി പോകരുത്. മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യുക. ഒരുപാട് കട്ടി കൂടിപ്പോയാൽ വേഗത്തുമില്ല, പിന്നെ ഒരുപാട് ഓയിൽ കുടിക്കും. അതുകൊണ്ടിട്ട് നമ്മൾ ഈ സൈസിന് കട്ട് ചെയ്തെടുക്കുക. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി വെച്ച ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള മിക്സിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഉപ്പും 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ്. ഇപ്പോൾ 2 കായലേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും മതിയാവും. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് ചക്ക വറ്റലിന് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചക്ക വറ്റലിൽ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും ചിപ്സിലും, ബനാന ചിപ്സിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കാ വറുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക്, ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും എണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. എണ്ണ നന്നായിട്ടൊന്ന് വന്ന് നല്ല ചൂട് വരുമ്പോഴത്തേക്കും ചൂടായ എണ്ണയിലേക്ക് ബനാന ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇത്ര എണ്ണയ്ക്കകത്ത് ഇടാനുള്ള ബനാനേ ഉള്ളൂ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ഇത് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ജോയിൻ്റ് ആയിട്ടിരിക്കും. അത് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇടുക. അത് കഴിഞ്ഞ് ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെറിയൊരു വേവ്, 5 മിനിറ്റ് അല്ല, 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ വേവ് പകുതിയാവുന്ന സമയത്തേക്ക് നമുക്കിത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതിന് കളർ കിട്ടാനും ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ തന്നെ ചെറിയൊരു കളർ ഓൾറെഡി ചിപ്സിന് ആയിക്കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ നോർമലി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിപ്സിൻ്റെ അതേ കളർ കിട്ടും. എന്നിട്ട് ഇതിനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കും. അങ്ങനെ ഫ്രൈ ചെയ്യാനിടുക. ഇത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ കോരി മാറ്റാം. ഡ്രൈ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇടുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരു സോഫ്റ്റ് ഫീലിംഗ് ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് നല്ല മുരുമര ആയി വരും. തീരെ ഡ്രൈ ആവാൻ പാടില്ല, എങ്കിൽ ഒരുമാതിരി കളറും വരും, പിന്നെ ഒരുപാട് ക്രിസ്പി ആയി പോവും. നമുക്ക് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കോരി എടുക്കാം. വറുത്ത് കോരി മാറ്റിയിട്ട് അടച്ച് വയ്ക്കരുത്. ഉടനെ അടച്ച് വെച്ചാൽ അത് കുതിർന്ന് പോകും. ആദ്യം കുറച്ച് നേരം തുറന്ന് തന്നെ വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബനാന ചിപ്സ്. ഇത് ഇത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ഓണത്തിന് പുറത്തുനിന്ന് ചിപ്സ് മേടിക്കേണ്ടി വരത്തില്ല, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.